ആൻഡ് അപ്പൻ്റെ മരണവും ഈ ഫ്യൂണറലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നാലുപേരും പറഞ്ഞതാ ദേവി ഇത് നമ്മളെ ഒന്ന് അനുവദിക്കും, നമ്മൾ ഈ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തന്നെയും പിള്ളേരും വരും, ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ചൊരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം. പുള്ളിക്കാരി സമ്മതിച്ചില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ വേസ്റ്റ് എടുത്ത് കളയുമ്പോൾ ഇവർ അയ്യോ എൻ്റെ ഡബ്ബ, എൻ്റെ തേയില ഇടാനുള്ള ഡബ്ബ, തേയില ഇടാൻ ഒരു ഡബ്ബ പോലെ, തേയില ഇടാൻ മിൽക്കി മിസ്റ്റിൻ്റെ തീർന്ന് 100 ഡബ്ബ എന്തിനാ? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ വീടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രെൻഡിങ് ടെയിൽസ്. അഹാന കൃഷ്ണയും തൻവി സുധീറും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിക്കുകയാണ്. ഇപ്പോൾ തൻവിക്കെതിരായിട്ട് അഹാന കൃഷ്ണ രംഗത്ത് വന്നിരിക്കുകയാണ്. തൻവി ചെയ്തത് വളരെ വലിയ തെറ്റാണെന്നാണ് അഹാന പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തതാണെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. സ്വന്തം കുടുംബത്തെ കരിവേരുത്തച്ചുകൊണ്ടായിരിക്കരുത് ഉയർന്നു വരുന്നത്. സോഷ്യൽ മീഡിയ തുടങ്ങിയത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണ്, ഞങ്ങളാണ് അതിനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അമ്മൂമ്മയെ ഞങ്ങൾ നോക്കാത്തതല്ല, അമ്മൂമ്മയുടെ സ്വഭാവമായിട്ട് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് കൂടിയും അഹാന പറഞ്ഞു. അപ്പൂപ്പൻ അസുഖമായി കിടക്കുമ്പോൾ തന്നെ 10-20 ഹോം നേഴ്സുമാർ അവിടെ വന്നിരുന്നു. ആരെയും അമ്മൂമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാവരെയും അമ്മൂമ്മ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കുകയായിരുന്നു എന്നും അഹാന കൂട്ടിച്ചേർത്തു. താൻ ഈ വ്ളോഗ് ഇടുന്നത് തന്നെ തൻ്റെ അമ്മയ്ക്കെതിരായി ഒത്തിരി പേർ രംഗത്ത് വന്നതുകൊണ്ടാണെന്ന് അഹാന പറയുന്നു. തൻ്റെ അമ്മയെ പറയുമ്പോൾ തനിക്കത് കണ്ടു നിൽക്കാനാകുകയില്ലെന്നും അഹാന പറയുന്നു. തൻ്റെ അമ്മ അത്രയ്ക്ക് കഷ്ടം സഹിച്ചിട്ടാണ് അപ്പൂപ്പനെ നോക്കിയിരുന്നത്. അപ്പൂപ്പൻ്റെ ഏതൊരു കാര്യത്തിനും ഉടനടി സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് അഹാന പറയുന്നത്. തൻ്റെ ഇട്ട വീഡിയോ തങ്ങൾക്ക് വളരെയധികം മോശമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കൂടി അഹാന പറയുന്നു. തൻവി ഇട്ടത് ശരിയോ തെറ്റോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൻവി ചെയ്തത് വളരെ തെറ്റാണ്. ഒരു കുടുംബത്തിലെ അമ്മൂമ്മ അങ്ങനെ പറയുമ്പോൾ അത് മറ്റൊരു കുടുംബത്തിന് എങ്ങനെയാണ് മോശമാവുന്നതെന്ന് തൻവി ചിന്തിക്കേണ്ടതായിരുന്നു. ആ വീഡിയോയിൽ എവിഡൻ്റാണ് തൻവി ഇട്ടത് കൃഷ്ണകുമാർ ഫാമിലിയെ മോശമാക്കി ചിത്രീകരിക്കുന്നതിനും താനൊരു നല്ലവളാണെന്ന് വരുത്തി തീർക്കുന്നതിനും കൂടിയാണ്. എന്നാൽ ആ വീഡിയോ ഇപ്പോൾ തൻവിക്ക് തന്നെ എതിരായിട്ട് വന്നിരിക്കുകയാണ്. ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ മൊത്തവും തൻവി ഇപ്പോൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. തൻ്റെ അമ്മയെ വഴിയെ പോയവനും വരുന്നവനും എല്ലാം ചീത്ത വിളിക്കുന്നത് കണ്ടു നിൽക്കാനാകുകയില്ലെന്നാണ് അഹാന പറയുന്നത്. തൻ്റെ അമ്മ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടി എന്തുവട്ടം ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് മാത്രമേ അറിയാവുകയുള്ളൂ എന്നും അഹാന പറയുന്നു. അത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിയുകയില്ല. എൻ്റെ അമ്മയെ കരിവാരി തേക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നും അഹാന പറയുന്നു. തൻവിക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ലെന്നും തൻവിക്ക് സോഷ്യൽ മീഡിയ തുറന്നു കൊടുത്തത് അശ്വിനാണെന്നും കൂടി അഹാന കൂട്ടിച്ചേർത്തു. അഹാനയുടെ വീഡിയോയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അഹാനയെ എത്രയോളം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു അമ്മൂമ്മ ഉണ്ടാക്കും. അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് പ്രതികരണത്തോട് യോജിക്കാൻ സാധിക്കും. നിങ്ങൾക്കും കുടുംബത്തിനുമായിട്ട് തൻവി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. പക്ഷേ തൻവിയുടെ ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ് തൻവി അവർക്കെതിരായിട്ടാണ് പറയുന്നതെന്ന്. പക്ഷേ തൻവി പറഞ്ഞതെല്ലാം വളരെ വലിയ കള്ളത്തരമാണെന്ന് അഹാന പൊളിച്ചടുക്കി കൊടുത്തു. ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് നമുക്ക് എഗൻസ്റ്റ് ആയി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്ത് ഇടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇറ്റ്സ് ജസ്റ്റ് very upsetting. In fact, cut ആകുന്നതെന്ന് പറഞ്ഞാൽ is on the 31st of October 2020. She's a very problematic person. She's a very difficult to adjust person. Problematic thing in her became really bad. അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞു. അപ്പൂപ്പൻ ഈ ഓഗസ്റ്റിൽ അമ്മൂമ്മയെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കൂടി അഹാന കൂട്ടിച്ചേർത്തു. അമ്മൂമ്മയെ പോലെ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് വളരെ വിഷമകരമായ കാര്യമാണെങ്കിലും ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം കുടുംബമല്ലേ എന്ന് തോർത്ത് അമ്മൂമ്മയെ കൂടെ നിർത്തി എന്നാണ് അഹാന പറയുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവുകയില്ലെന്നും അഹാന പറയുന്നു. തൻവിയെയും ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരുമിച്ചൊരു വീഡിയോ ഇടാൻ ഞങ്ങൾ ഉണ്ടാവുകയില്ല എന്നും അഹാന പറയുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന്
വളരെ ബുദ്ധിമുട്ടിയാണ് സിന്ധു കൃഷ്ണ ഓരോ ഹോം നേഴ്സിനെയും കണ്ടുപിടിച്ചതെന്നും അമ്മൂമ്മ ഓരോരോ കാരണങ്ങളുണ്ടാക്കി അവരെയെല്ലാം പറഞ്ഞു വിടുമെന്നുമാണ് അഹാന പറയുന്നത്. ഇനിയും തൻ്റെ അമ്മയ്ക്കെതിരായ കാരണങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചു നിൽക്കാനാവില്ലെന്നും എൻ്റെ അമ്മയെ കരിവാരിത്തേക്കാൻ സാധിക്കുകയില്ലെന്നും ഇതിനെല്ലാം എതിരായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും അഹാന പറയുന്നു. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോബ്ലവുമായി വന്ന് വേറെ വീഡിയോ ചെയ്യുകയില്ല എന്നും അഹാന കൂട്ടിച്ചേർക്കുന്നു.